എല്ലാവർക്കും നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറേയേറെ സമ്മർ നീഷ് ഫ്രാഗ്രൻസസ് ആണ്. നീഷ് ലവേഴ്സിനാണ് ഇത് വീഡിയോ. അപ്പം എനിക്ക് ആദ്യം തന്നെ ഒരു അഭ്യർത്ഥനയുള്ളത്, ഇതെല്ലാം വില കൂടിയ ഫ്രാഗ്രൻസസ് ആണ്. അപ്പം നിങ്ങൾ ബ്ലൈൻഡ് ബൈ ചെയ്യരുത് ഒരിക്കലും. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും എയർപോർട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡൂപ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത്രയും പൈസ കളയാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഡൂപ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളത് വാങ്ങിച്ച് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഫ്രാഗ്രൻസ് കളക്ഷൻ എന്നുള്ള ഒരു ഇൻട്രസ്റ്റിൻ്റെ പേര് മാത്രം ഞാനൊക്കെ ഇത് വാങ്ങിക്കുന്നത്, അല്ലാതെ ഡൂപ്സിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഏതാണ്ട് ഒരു അനിയന്മാരെ പോലെ തന്നെ മണക്കുന്ന ഡൂപ്സ് എല്ലാത്തിനും ഉണ്ട്. അപ്പം നിങ്ങൾ ഫ്രാഗ്രാൻറ്റിക്കയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല, കുറേയേറെ സാധനങ്ങൾ ഇന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡിലേക്ക് തുടങ്ങാം. അപ്പം ഇവിടെ ആദ്യം ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ തുടങ്ങാം. റോജ എലൈസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. ഇങ്ങനെയാണ് ഇത് വരുന്നത്, ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂവും കൂടെ ഇടാം കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്. ഞാൻ തലയും കുത്തിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ. റോജ എലൈസിയം ഒരു ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻ പ്രൊഫൈൽ നോക്കാം. സെൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല സിട്രസസ് വിത്ത് ഫിസി കോള ടൈപ്പ് ഓഫ് വൈബ് ഉള്ളൊരു ഫ്രാഗ്രൻസാണ്. വളരെ ലൈറ്റ് എയറി സ്മെല്ലാണ്. നിങ്ങൾക്ക് മുഖത്തിട്ടടിച്ച പോലെ ഇത് മണക്കത്തില്ല. നിങ്ങൾ പോകുന്നിടം വഴി ഒരു സബ്റ്റിലായിട്ട് ഒരു വളരെ നേർത്തൊരു മണം ഇങ്ങനെ ഒഴുകി നടക്കും. അങ്ങനത്തെ ഫ്രാഗ്രൻസാണ്. 6 മണിക്കൂറേ നമുക്ക് കേരളത്തിൽ ലാസ്റ്റ് ചെയ്ത് മാക്സിമം കിട്ടുള്ളൂ. ഇതിന് 20,000 രൂപ അടുത്ത് വിലയുണ്ട്. ഇവിടെ റോജാഡോവിൻ്റെ സിഗ്നേച്ചറൊക്കെ ഇതിലൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് മേടിക്കുന്നത് സൂക്ഷിച്ച് വേണം, കാരണം ഇത് UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡായി റോജ കണ്ടോ. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പം ഇത് നോക്കി മേടിക്കുക നിങ്ങൾ മേടിക്കുന്നവർ. പക്ഷേ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഇത്. ഇതുണ്ടോ, ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ഇമ്പീരിയം. നമുക്കൊരു മലയാളി ഇതിന് പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് മണത്ത് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 75% എന്നേ ഞാൻ പറയുള്ളൂ. മറ്റേ ഒരു 75% സിമിലർ സെൻ പ്രൊഫൈലാണ്. നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം. ഇതുണ്ടോ, ഞാനിത് ഇത്ര അടിച്ചോണ്ട് നടക്കുന്നത്. നമുക്ക് നാട്ടിൽ 3.5 മണിക്കൂറേ ഇത് ലാസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ സെൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു ഫ്രഷ് ഫംഗ്ഷന്, പിന്നെ കാറിലൊക്കെ ലോങ് പോകുമ്പോഴൊക്കെ ഈ ബോട്ടിൽ എടുത്തിട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വളരെ വില കുറവാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. അതിന് 20,000 രൂപ ആകുമ്പോൾ ഇതിന് 2,000-ന് താഴേക്കേ വരുള്ളൂ. അപ്പം ഇത് രണ്ടും ഒരു ഫ്രാഗ്രൻസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ക്രമത്തിലങ്ങ് പോകുന്നതേ ഉള്ളൂ. നിഷാനെ ഹാച്ചിവാത്ത് ക്രീഡ് അവൻറ്റസിൻ്റെ DNA ഏറ്റവും ഇപ്പം ക്രീഡ് അവൻറ്റസ് മേടിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അടിച്ച വഴി പോകും. ഞാൻ അതുകൊണ്ടാണ് ക്രീഡ് ഫ്രാഗ്രൻസസ് റിവ്യൂസിന് എടുക്കാത്തത്. കാരണം ആരെങ്കിലും കണ്ടിട്ട് പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡെസ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനതങ്ങ് മാറ്റി വെച്ചേക്കുന്നത്. ക്രീഡിൻ്റെ ഒറ്റ ഫ്രാഗ്രൻസ് പോലും ഞാൻ റിവ്യൂവിന് എടുക്കാത്തതിൻ്റെ കാരണം അതാണ്. ഇത് അടിപൊളിയാണ്. ഭയങ്കര അപ്ലിഫ്റ്റിംഗ് പൈനാപ്പിൾ സ്മെല്ലാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ബീസ്റ്റ് മോഡാണ് നിഷാനെ ഹാച്ചിവാത്ത്. നിങ്ങളൊരു നല്ലൊരു, ഞാൻ പറയാത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങളൊരു നല്ലൊരു ഗ്രീൻ ഫോറസ്റ്റിലിരുന്ന് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്ന ഒരു ഇതാണെന്നൊരു ഫ്രാഗ്രൻസ് വ്യൂവർ പണ്ട് പറഞ്ഞായിരുന്നു. ഏതാണ്ട് അടിച്ചപ്പോൾ എനിക്കും അതുപോലെയൊക്കെ തന്നെ തോന്നുന്നത് കേട്ടോ. നല്ല ഫ്രഷ് പൈനാപ്പിൾ വൈബാണ്. ഭയങ്കര അടിപൊളിയാണ്. അപ്പം പറ്റുന്നവർ നോക്കി മണത്ത് നോക്കുക കേട്ടോ. നിഷാനെ ഹാച്ചിവാത്തിൻ്റെ ഇത് ക്ലോണാണ് അഫ്നാൻ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ്. ഇത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ക്ലോൺ ഇതിനേക്കാളും പെർഫോം ചെയ്യുന്ന അടിപൊളി സാധനം അഫ്നാൻ സുപ്രീമസി നോട്ട് ഓൺലി ഇൻറ്റൻസ്. അപ്പം അത് വാങ്ങിക്കാൻ പറ്റുന്നവർ അത് വാങ്ങിച്ച് നോക്കുക. ഇതിൻ്റെ വില 100 മില്ലിക്ക് ഏതാണ്ട് 25,000-നും 30,000-നും ഇടയ്ക്കാവും. അത്രയും വിലയുണ്ട് ഇതിന് കേട്ടോ. ഇവിടെ ഫ്രാഗ്രൻസ് ഞാൻ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ബോക്സിനകത്ത് സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാഗ്രൻസ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അടുത്തത് സെർജോഫിൻ്റെ ടൊറീനോ 21. ഇതുണ്ടോ, ഇങ്ങനെ ഇരിക്കും. സെർജോഫിൻ്റെ വേറൊരെണ്ണം കൂടി ഉണ്ട്, 40 നോട്ട്സ്. ഇത് കിട്ടാനായിട്ട് നല്ല പാടാണ്. ടൊറീനോ 21 എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫ്രഷ് നല്ല വൈറ്റ് ഫ്ലവറി സ്മെല്ല് ഉള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഈ കാണിക്കുന്നതെല്ലാം ടോട്ടലി യൂണിസെക്സ് ആണ്. അടിപൊളി, നല്ല അപ്ലിഫ്റ്റിംഗ് ആണ്. നല്ല അപ്ലിഫ്റ്റിംഗ് വൈറ്റ് ഫ്ലവറി സ്മെല്ലുള്ള ഒരു ബെസ്റ്റ് സമ്മർ പെർഫ്യൂമാണ്. നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ സെൻട്രയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നടന്നു പോയ വഴി ആളുകൾക്ക് ഇവ മാർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു പെർഫ്യൂമായത് കേട്ടോ.
ഇതിൻ്റെ വില ഈ പറഞ്ഞ പോലെ 20,000 രൂപയാവും 100 മില്ലിക്ക്. 20,000 മേളിലായെങ്കിലേ ഉള്ളൂ. അപ്പം നോക്കുന്നവർ നോക്കി വാങ്ങിക്കുക. ഇതിൻ്റെ ക്ലോണൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. സെർച്ച് ഓഫ് ടോറിനോടെ ഉണ്ടോ, ഇനി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫ്രാഗ്രാൻറ്റിക്കയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ ക്ലോൺസ് എല്ലാം അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് ഡിപ്റ്റിക് ടാംഡാവ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മുടെ സാൻഡൽവുഡ് ഫ്രാഗ്രൻസസിൻ്റെ കൂടെ. ആക്ച്വലി നല്ലൊരു പിയേഴ്സ് സോപ്പൊക്കെ ഇട്ട് മണക്കുന്ന പോലെ മണക്കുന്ന ഒരു ഫ്രാഗ്രൻസാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പിയേഴ്സ് സോപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആഹാ, നല്ല അപ്ലിഫ്റ്റിംഗ് സാൻഡൽവുഡ് വൈബ് വിത്ത് എ കൈൻഡ് ഓഫ് എ സോപ്പി ഷവർ ഫ്രഷ് വൈബ് തരുന്ന ഒരു സാധനം ഇത് കേട്ടോ. ഡിപ്റ്റിക് ടാംഡാവ്. ഇത് ഷാരൂഖ് ഖാനൊക്കെ കൊണ്ടു നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഷാരൂഖ് ഖാൻ ഡിപ്റ്റിക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ടാംഡാവ് ആണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു ഫ്രാഗ്രൻസാണിത്. ഇതും അത്യാവശ്യം നാട്ടിൽ ഒരു 6 മണിക്കൂർ നിസ്സാരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നല്ല പ്രൊജക്ഷനുണ്ട്, നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടും. നിങ്ങളെപ്പോഴും ഷവറിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ മണക്കും. ട്രൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഓടെ ടോയ്ലറ്റ് അല്ല, ഓടെ പെർഫ്യൂമാണ്. ഓടെ ടോയ്ലറ്റ് അത്ര അങ്ങ് പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരല്പം ഡെസ്പായിപ്പോയി ഓടെ ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ. ഇത് ഓടെ പെർഫ്യൂമാണ് കേട്ടോ. ഓടെ പെർഫ്യൂം നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. കുറച്ചുകൂടെ വില ഇതിന് കൂടും, പക്ഷേങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ 20,000 മേളിൽ വിലയുണ്ട്. അടുത്തതാണ് സൊസ്പീറോ വൈബ്രേറ്റോ. ഈ സിട്രസ് ഫ്രാഗ്രൻസസ് അധികം നാൾ ലാസ്റ്റ് ചെയ്യത്തില്ല. അധികം ലാസ്റ്റ് ചെയ്യാത്ത ഒരു പ്രശ്നം എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ സെർജോഫിൻ്റെ വേറൊരു സിസ്റ്റർ കൺസേണോ അങ്ങനെ എങ്ങാണ്ടായത്. ഇതിപ്പം വേറെ ആൾക്കാരാണ് നടത്തുന്നത്. അതിരിക്കട്ടെ. സിട്രസ് ഫ്രാഗ്രൻസസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം എന്നേക്കുമായിട്ട് ഫ്രാഗ്രൻസ് വേൾഡിൽ കമ്മ്യൂണിറ്റിയിൽ തീർത്ത ഒരു ഫ്രാഗ്രൻസ് ആയത്. ഇവൻ സിട്രസ് ഫ്രാഗ്രൻസ് ആണ്, പക്ഷേ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ഭയങ്കര അപ്ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപ്ലിഫ്റ്റിംഗ് ആണ്. ഭയങ്കര സിട്രസി വുഡിയാണ്. അടിപൊളിയാണ്. ഇത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിട്രസി അപ്ലിഫ്റ്റിംഗാണ്. നല്ല സിട്രസസ് ഇങ്ങനെ വരുന്നത്. മസ്ക് സിട്രസ് ഹെവിയാണ് കേട്ടോ. നല്ല രീതിയിൽ സിട്രസ് സ്മെല്ല് ചെയ്യും. ഇതിൻ്റെ മേളിൽ ഇങ്ങനത്തെ എംബ്ലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ ഫ്രാഗ്രൻസിനും 20,000 രൂപ മേളിലോട്ടാണ് വില വരിക. സൊസ്പീറോ വൈബ്രേറ്റോ. ഇത് ഭയങ്കര കോംപ്ലിമെൻറ്റ്സിൻ്റെ ആശാനാണ്. ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് എനിക്ക് ഈ ഫ്രാഗ്രൻസ് മേടിച്ച് തന്നിട്ടുള്ള സാധനമാണ് കേട്ടോ. ഭയങ്കര ഇതിൻ്റെ കഥയൊക്കെ ഉണ്ട്. ഞാനത് ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ചെയ്യുമ്പം പറയാം. അടുത്തതാണ് സെർജോഫിൻ്റെ എർബ പ്യൂറ. എർബ പ്യൂറ നിങ്ങൾക്കറിയാം. ഈയിടെ ഒരു പടം ഇറങ്ങിയായിരുന്നു നമ്മുടെ എന്തായിരുന്നു, മാർക്കോയ്ക്കകത്ത് വില്ലൻ അടിക്കുന്ന പെർഫ്യൂമാണിത് എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിന് വില്ലത്തരമൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട പെർഫ്യൂമാണ്. എന്തിനാണോ വില്ലന്മാരൊക്കെ ഇത് അടിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭയങ്കര ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലെ നിങ്ങളെ മണക്കും. പേരയ്ക്കയുടെ ഒരു പൊളിച്ച് വെച്ചിട്ട് അകത്ത് മണക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലെ മണക്കും. ഈ കാണിച്ച എല്ലാ പെർഫ്യൂംസും യൂണിസെക്സ് ആണ്. പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ വില 20,000 മേളിലോട്ട് പോകും കേട്ടോ. അതാണ് സെർജോഫ് എർബ പ്യൂറ. ഭയങ്കര സെർജോഫിൻ്റെ ഏറ്റവും ഹിറ്റായ ഫ്രാഗ്രൻസസിലൊന്ന് ഇത് കേട്ടോ. അടുത്തതാണ് കിലിയൻസ് ആപ്പിൾ ബ്രാൻഡി ഓൺ ദ റോക്സ്. ഇത് കിലിയൻ ഈ പറഞ്ഞ പോലെ കോക്ടെയിലുകളെ അനുസ്മരിപ്പിക്കും വിധം കോക്ടെയിലുകളെ ബേസ് ചെയ്തെടുത്തിരിക്കുന്ന ഫ്രാഗ്രൻസസിലൊന്നാണ് ഈ ആപ്പിൾ ബ്രാൻഡി ഓൺ ദ റോക്സ് എന്ന് പറയുന്നത്. ഇത് മണക്കുന്നത് ഒരു കോക്ടെയിൽ പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ആപ്പിള്, നമ്മുടെ ഈ ലിക്കറിഷ് ആപ്പിൾ എങ്ങനെ മണക്കുന്നു അങ്ങനെ മണക്കും. ഇത് ഭയങ്കര കോംപ്ലിമെൻറ്റ് ബീസ്റ്റാണ്. നിങ്ങൾക്ക് പാരിസ് കോർണറിൻ്റെ മൗജ് ആപ്പിൾ ടീനി എന്ന് പറയും. പാരിസ് കോർണറിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും നമ്മുടെ കേരളത്തിൽ. മൗജ് ആപ്പിൾ ടീനി ഇതിൻ്റെ ക്ലോണാണ്, നല്ലൊരു ക്ലോണാണ്. ഞാനത് ഈയിടെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മണത്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചാൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് പൊട്ടിച്ചൊന്ന് മണത്ത് നോക്കിയിട്ട് ആരും അറിയാത്ത പോലെ സീൽ ചെയ്തിട്ട് പിന്നെ വിടുള്ളൂ. ഗിഫ്റ്റ് കിട്ടിയവനിപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കും, എന്നാലും സാരമില്ല. മൗജ് ആപ്പിൾ ടീ നല്ലൊരു അടിപൊളി സാധനമാണ്. ഇത് വാങ്ങിക്കാനായിട്ട് പറ്റാത്തവരത് വാങ്ങിച്ചാൽ മതി. ഭയങ്കര കോംപ്ലിമെൻറ്റ് പുള്ളറാണ്. ഇഷ്ടം പോലെ കോംപ്ലിമെൻറ്റ്സ് കിട്ടും. യൂണിസെക്സാണ്, പെർഫെക്റ്റ്ലി യൂണിസെക്സാണ് കേട്ടോ. ആപ്പിൾ ബ്രാൻഡി ഓൺ ദ റോക്സ്. പിന്നെ അടുത്തതാണ് കിലിയൻ ബ്ലൂ മൂൺ ജിഞ്ചർ ഡാഷ്. കിലിയൻ ഒരു ഭയങ്കര അടിപൊളി ഹൗസ്. ഇവന്മാരിറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട മിക്ക ഫ്രാഗ്രൻസും ഞാൻ വാങ്ങിച്ചിട്ടുമുണ്ട്. ഇത് ഏഞ്ചൽ ഷെയറാണ് ഞാൻ എടുത്തത്. ബ്ലൂ മൂൺ ജിഞ്ചർ ഡാഷ് നല്ല സാധനം കേട്ടോ. അവിടെ അകത്തങ്ങാണ്ട് ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. ആപ്പിൾ ബ്രാൻഡി ഓൺ ദ റോക്സിനേക്കാളും കൂടുതലായിട്ട് സ്മെല്ല് ചെയ്യുന്നതാണ്
ബ്ലൂ മൂൺ ജിഞ്ചർ ഡാഷ് ഭയങ്കര കൂടുതലായിട്ട് ഫ്രഷ് ആയിട്ട് സ്മെല്ല് ചെയ്യുന്ന ബ്ലൂ മൂൺ ജിഞ്ചർ ഡാഷ് ഞാൻ അറിയാതെ ഏഞ്ചൽ ഷെയർ എടുത്തുകൊണ്ട് പോകുന്നു. ഇതെൻ്റെ എല്ലാം ബോട്ടിൽ ഒരുപോലെ ഇരിക്കുന്നത്. ബാക്കി കിളിയൻ്റെ ബോട്ടിലൊക്കെ വേറെ തരത്തില്ല. ഈ 3-4 എണ്ണത്തിൻ്റെ ബോട്ടിൽ ഒരുപോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മാറിപ്പോയതാണ്, ബോക്സ് തമ്മി മാറിപ്പോയതാണ്. പിന്നെ ലൂയി വിറ്റൺ ഡിസൈനർ ബ്രാൻഡാണ്, എന്നിരുന്നാൽ പോലും നീഷിൻ്റെ വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാറ്റഗറിയിലോട്ട് എടുത്ത. ഇപ്പം ഇതുവരെ ഈ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫ്രഷ് ഫ്രാഗ്രൻസസിൽ ഒന്നാണ് ലൂയി വിറ്റൺ ഇമാജിനേഷൻ. ഒന്നും പറയാനില്ല, ഭയങ്കര സിട്രസി, അപ്ലിഫ്റ്റിംഗ് എനിക്ക് നമ്മുടെ നാട്ടിൽ ഇത് എനിക്ക് 6 മണിക്കൂർ വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൂയി വിറ്റൺ ഇമാജിനേഷൻ അത്യാവശ്യം നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് പിന്നെ ഒരു 3 മണിക്കൂർ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്കിൻ സെൻ്റർ നല്ല പ്രൊജക്ഷൻ ഉണ്ട്. ഞാനൊരു 20 സ്പ്രേ ഒക്കെ വരെ അടിക്കാറുണ്ട്. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. അടിപൊളി സാധനമായിരുന്നു. ഇത് ആദ്യത്തെ ബോട്ടിൽ എനിക്ക് തീർന്നു. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിൽ. ഇതിപ്പോൾ ഞാൻ ഗേറ്റ് കീപ്പ് ചെയ്യുകയാണ്. ഒരുപാട് അടിച്ച് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അൽഹർമൈൻ അക്വാ ദുബായും കദിലാജ് കാർവു സ്പൈസ് ബ്ലൂ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെയാണ് അടിച്ചുകൊണ്ട് പോകാറ്. ഇതിങ്ങനെ മാറ്റി വെച്ചേക്കുന്നതേ ഉള്ളൂ ഒരു റെഫറൻസിന്. അക്വാ ഡി പാർമ ബ്ലൂ മെഡിറ്ററേനിയൻ ഫിക്കോ ഡി അമാൽഫി. ഈ ഫിഗ് അതായത് അത്തിപ്പഴം, അതിൻ്റെ അത്തിപ്പഴത്തിൻ്റെ ഒരു ചെടിയും അത്തിപ്പഴത്തിൻ്റെ ഒരു ഇതുമൊക്കെ തീമാക്കുന്ന ഒരു ഫ്രാഗ്രൻസാണിത്. ഇറ്റലിയിലെ അമാൽഫി കോസ്റ്റിൻ്റെ അവിടെ ഉള്ള ആ ഒരു അത്തിപ്പഴ മരങ്ങളും ആ ഒരു കടലും ഒക്കെ ആയിട്ടുള്ള ഒരു തീമായത്. അമാൽഫി കോസ്റ്റിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഒരുപാട് അത്തിപ്പഴങ്ങളും മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവിടുത്തെ ആ ഒരു വൈബാണിത് തരുന്നത്. ഇത് ഭയങ്കര അപ്ലിഫ്റ്റിങ് കേട്ടോ, ഭയങ്കര ഫ്രഷാണ്. പിന്നെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തില്ല, ക്ലോസ് പ്രൊജക്ഷനുള്ള ഫ്രാഗ്രൻസാണ്. കോംപ്ലിമെൻറ്റ് ബീസ്റ്റാണ്. നിങ്ങൾ അടുത്ത ആര് വന്നാലും ഇത് മണത്തിട്ട് നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് തന്നിരിക്കും. പിന്നെ ക്ലോസ് ട്രാവലിനും ഒക്കെ അല്ല, നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ സമ്മറിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു 4.5 മണിക്കൂർ 5 മണിക്കൂർ നിന്നും കിട്ടുന്നുണ്ട്. നല്ലൊരു ഫ്രാഗ്രൻസാണ്. മേടിക്കാൻ പറ്റുന്നവർ മേടിക്കുക. 10,000-ന് മേളിലാവും വില കേട്ടോ, മിനിമം 75 ml. അടുത്ത ഫ്രാഗ്രൻസ് ഒരു ഭയങ്കര അടിപൊളി സാധനമാണ്. ഇന്ന് വരെ ഞാൻ മണത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സിട്രസ് നീഷ് ആൻഡ് ബെസ്റ്റ് ഓഫീസ് ഫ്രാഗ്രൻസ് എന്ന് ഞാൻ പറയും. അക്വാ ഡി പാർമ കൊളോണിയ പ്യൂറ. കൊളോണിയ ലൈനിൽ അക്വാ ഡി പാർമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. അക്വാ ഡി പാർമ കൊളോണിയ പ്യൂറ. ഇതൊരു ഓസോണിക് സിട്രസ് വൈബാണ്. എത്ര മണത്താലും നമുക്ക് മടുക്കത്തില്ലത്. ഇങ്ങനെ മണത്തോണ്ടിരിക്കും. ഞാൻ ലണ്ടൻ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഇറ്റലിക്കാരൻ അവൻ ഈ അക്വാ ഡി പാർമ പെർഫ്യൂം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കുറേ ഒന്നും മണത്തിട്ട് അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ പെണ്ണുമ്പോൾ എന്തൊക്കെയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്നും ഇവനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, പുള്ളിയുടെ ടേസ്റ്റ് സിട്രസ് ആണെന്ന് തോന്നുന്നു, ആ കൊളോണിയ പ്യൂർ എടുത്ത് കാണിക്കാൻ പറഞ്ഞു. ഉടനെ ആ ചേച്ചി എടുത്ത് കാണിച്ചതും അങ്ങേര് ഇതുപോലത്തെ 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടുന്ന്. അത്രയ്ക്കും അടിപൊളി ഫ്രാഗ്രൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ഈ കഥ പറയാൻ വന്നതല്ല, എന്നാലും ഇതിനെപ്പറ്റി പറയണം. ഇതൊരു ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈപ്പല്ല, ക്ലോസ് ആയിട്ടുള്ള ഒരു സെൻറ്റ് ബബിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓഫീസിന് പറ്റിയതാണെന്ന് പറയുന്നത്. കാരണം അടുത്തുള്ള ആൾക്കാരുടെ മൂക്കിൽ പോയി അടിച്ച് അവർക്ക് തലവേദന ഉണ്ടാക്കത്തില്ല. നിങ്ങളുടെ കൂടെ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഊതുമൊക്കെ അടിച്ചിട്ട് പോയിട്ട് അടുത്തിരിക്കുന്നവരെ ഛർദ്ദിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പാപമാണ്, ക്രൂരതയാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം ഓഫീസ് ഫ്രാഗ്രൻസസ് നോക്കി വേണം അടിക്കാനായിട്ട്. ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് കയറാത്ത എന്നാൽ നല്ല ഫ്രഷ് അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് നമ്മൾ ഓഫീസിൽ പറയുന്നത്. അപ്പം നീഷ് ഓഫീസ് ഫ്രാഗ്രൻസസ് വേറെ ചെയ്യാം. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ട്രിപ്പ്. ഞാൻ ഒരു ട്രിപ്പും കൂടെ ചെയ്യാം നീഷ് ഫ്രാഗ്രൻസസ്. ഇതെല്ലാം തീരുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ഇട്ടോളാം കേട്ടോ. അതുവരേക്കും ബൈ.